ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തിയുടെ പഞ്ഞൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഓംലേറ്റ് ആട്ടോ. നല്ല ടേസ്റ്റി ആട്ടോ. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട, 2 വെളുത്തുള്ളി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് കട്ട് ചെയ്തത്, 10 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കേട്ടോ. വലിയ ഉള്ളിയൊന്നും എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/2 കിലോ മത്തിയുടെ പഞ്ഞൽ കേട്ടോ, അതാട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും നമ്മുടെ മല്ലിയിലയില്ലേ അതുകൂടെ ഒന്ന് ചേർത്തിട്ട്, പച്ചമുളക് അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട്, 1/4 സ്പൂൺ അളവ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/4 സ്പൂണ് മുളക് പൊടിയും 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണ് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കട്ടയായി പോകും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പഞ്ഞലില്ലേ അതുകൂടെ ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കണേ. നന്നായി കുത്തി ഉടയ്ക്കരുത് കേട്ടോ. ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ബാറ്ററില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് സിമ്മിൽ വെക്കണേ. നമ്മളിത് വേവിച്ചെടുക്കുന്നത് വരെയും സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പഞ്ഞൽ വേവുകയില്ല കേട്ടോ. ഈ ഒരു തിക്കിൽ വേണ്ടോ നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി വെടിഞ്ഞ് വരുമ്പോൾ അടച്ച് വെക്കാം കേട്ടോ. ഇതാണ്ടോ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് വെടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതുപോലെ തവയിൽ നിന്ന് വിട്ട് വരുന്ന പാകമാവുന്ന സമയത്ത് മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി വരും. ഇതുപോലെ പതുക്കെ വേണം മറിച്ചിടാനായിട്ട്. നമ്മുടെ പഞ്ഞൽ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ, പഞ്ഞലൊക്കെ ചേർത്ത് ഓംലേറ്റ് ആയതുകൊണ്ടേ. ഇതാണ്ടോ ഇതുപോലെ ഒരു സൈഡ് നല്ല പോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ മാത്രം മറിച്ചിട്ടാൽ മതിയാവും കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം. നമ്മുടെ പഞ്ഞലൊന്നും മുറിഞ്ഞു പോയിട്ടില്ല കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് നീളത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഈസി പഞ്ഞൽ ഓംലേറ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് മത്തിയുടെ പഞ്ഞൽ വെച്ചിട്ടും വേറെ ഏത് മീനിൻ്റെ പഞ്ഞൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നല്ല രുചിയാണ് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം വെന്തിട്ടുണ്ട്, ഇതിൻ്റെ തിക്നെസ് എന്താണെന്നുള്ളത് കേട്ടോ. ഇതാണ്ടോ കറക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പഞ്ഞലിൻ്റെ പീസസൊക്കെ ഇല്ലേ നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഓംലേറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.